സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്തൊക്കെ അധികാരങ്ങളാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത്? ഒരു വിശ്വാസിയുടെ അധികാരമുണ്ട്, ദൈവരാജ്യത്തിന്റെ അധികാരമുണ്ട്, സാത്താന്റെ അധികാരമുണ്ട്, പാതാളത്തിന്റെ അധികാരമുണ്ട്. ഇതിലെല്ലാം വലിയ അധികാരമായിട്ട് ദൈവത്തിന്റെ അധികാരമുണ്ട്. ദൈവം മനുഷ്യന് നൽകിയ അധികാരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആദാമിന് ഹവ്വയ്ക്കുമാണ് ആ അധികാരം ദൈവം കൊടുത്തത്. വംശപാരമ്പര്യത്തിൽ വന്ന തലമുറയായി വന്ന ഇന്ന് നമുക്കും ആ ഒരു അധികാരമുണ്ട്. ഈ ഒരു അധികാരം ഏതൊരു വിശ്വാസികളുടെയും, യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചിട്ടുള്ള ഏതൊരു വിശ്വാസിക്കും ഈ ഒരു അധികാരമുണ്ട്. സകലത്തിന്മേലും അധികാരം ദൈവം തന്നിട്ടുണ്ട്. റോമർ 5:17 ഇപ്രകാരം പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ കർത്താവ് നമുക്ക് വാഴാനുള്ള ഒരു അധികാരം തന്നു. അവിടെ നമ്മൾ ആദാമിനും ഹവ്വയ്ക്കും കുറെ അധികാരങ്ങൾ കൊടുത്തു. ഈ അധികാരങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും അവരുടെ വീഴ്ചയോടുകൂടി നഷ്ടപ്പെട്ടെന്ന്. എന്നാൽ ആദാമിൽ നഷ്ടപ്പെട്ട ആ അധികാരത്തെ യേശുക്രിസ്തുവിലൂടെ വീണ്ടും നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. ആ ഏകൻ, ആദ്യത്തെ ആദാമായിട്ടുള്ള ആ ഏകന്റെ ലംഘനത്താൽ, ആ ഒരു വ്യക്തിയുടെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ ജീവന്റെ വാഴ്ച ഒരു അധികാരമായി നമുക്ക് തന്നേക്കാണ്. ജീവനിൽ വാഴാനുള്ളവരാണ് നമ്മൾ. അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ജീവനിൽ വാഴാനുള്ള വ്യക്തികളാണ് നമ്മൾ. നമുക്ക് തന്നെ സംശയമാണ്, എനിക്ക് ജീവനുണ്ടോ? ഈ ലോകത്തിൽ തന്നെ ചത്തും ചതഞ്ഞും ഞാൻ ജീവിക്കുന്നു, ഇനി വരുവാനുള്ള ലോകത്തിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എന്തിനെന്നറിയില്ല, ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. നാം ജീവനിൽ വാഴുവാൻ വേണ്ടിയിട്ടുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് കൂടിയാണ് അധികാരം തന്നേക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് മരിച്ചവനായ യേശുക്രിസ്തു ഏകൻ നിമിത്തമുള്ള ലംഘനം ഇവിടെ ഭൂമിയിൽ വാണു എങ്കിൽ മറ്റൊരു വ്യക്തി, യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, അവസാനത്തെ ആദാം എന്ന് പറയുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള ഒരു അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അധികാരമാണ് ഏറ്റവും അധികമായി നമ്മൾ ജീവനിൽ വാഴുമെന്നുള്ളത്. അപ്പൊ നമുക്ക് ജീവനുണ്ട്. യേശു ക്രിസ്തുവിനോടുകൂടി നമ്മൾ അനുരൂപപ്പെട്ടിരിക്കുന്ന നമുക്ക് ഒരു ജീവനുണ്ട്. യേശുവിനോട് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് ലഭിക്കുവാൻ ഒരു അധികാരം നമുക്കുണ്ട്. ദൈവമക്കളെ, ഈ അധികാരം നമ്മൾ മനസ്സിലാക്കണം. പിശാച് നമ്മളെ വഴിതെറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, യേശു ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിട്ടുള്ള ക്രിസ്തു മുഖാന്തരം ജീവനിൽ വാഴാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 1:30 പറയുന്നു, നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിട്ടുള്ള നമ്മൾ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആര്? യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിന് ഒരു അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. വീണ്ടെടുക്കാൻ, എന്റെ ആത്മാവിനെ, എന്റെ ജീവനെ, എന്റെ പ്രാണനെ വീണ്ടെടുക്കുവാനുള്ള അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പങ്കുവെച്ചതുപോലെ ആ ഒരു അധികാരം നമ്മൾ ഇന്ന് ഭൂമിയിൽ എടുക്കണം. എന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവ് വീണ്ടെടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. ഇപ്പൊ യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും നടക്കുന്നു. അതിലൂടെ വീണ്ടെടുപ്പിലേക്കും പോകുന്നു. ഇനി യേശുക്രിസ്തുവിൽ വരാത്ത വ്യക്തികളാണെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് പ്രാണനെ വീണ്ടെടുക്കാനുള്ള ഒരു അധികാരത്തെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നൊരുക്കപ്പെടണം.
ജ്ഞാനം ലഭിക്കാൻ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരത്തെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് പഠിക്കുന്ന മക്കളെ, വീട്ടിൽ സഹോദരിമാരാണോ കേൾക്കുന്നത്, സഹോദരന്മാരാണോ കേൾക്കുന്നത്, ഇന്ന് ഭവനത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ജ്ഞാനത്തെ തുറക്കാൻ, അവരുടെ ജ്ഞാനം വർദ്ധിക്കാൻ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് പറയുന്നത് പോലെ കർത്താവിനോടുള്ള വിശ്വാസവും ആ കർത്താവിനോടുള്ള സ്ഥിരതയും, കർത്താവിനെ കൂടുതൽ പഠിക്കുന്നതും, കർത്താവിനോടുള്ള സ്നേഹവും ഭയവും മുഖാന്തരം നമ്മുടെ ജ്ഞാനം വർദ്ധിച്ചു വരും. ആ ജ്ഞാനം നേടാനുള്ള ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഈ ഒരു അധികാരത്തെ നമ്മൾ കൃത്യമായിട്ട് ഏറ്റെടുക്കണം. നമുക്ക് അധികാരമുള്ളപ്പോഴും നമ്മൾ യാചിച്ചു കൊണ്ടിരുന്നിട്ട് കഥയില്ല. കർത്താവായ യേശുക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ക്രിസ്തു ചെയ്തതിനേക്കാളും അധികം ചെയ്യുമെന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ആ ശിഷ്യഗണങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തികളാണ് യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തു നിൽക്കുന്ന ഓരോ വ്യക്തികളും. അതിൽ സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. ജ്ഞാനം കുറവാണെങ്കിൽ കർത്താവിനോട് ചോദിച്ചുകൊണ്ട് അധികാരത്തിൽ അതിനെ പിടിച്ചു വാങ്ങുക. കർത്താവിനോടുള്ള അധികാരത്തിലല്ല, ഇതിനെ തടഞ്ഞു വെച്ചേക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇടിച്ചുടച്ചുകൊണ്ട് അധികാരത്തിൽ നമ്മൾ വാങ്ങുക. കർത്താവ് നമുക്ക് ധാരാളം ജ്ഞാനം തന്നിട്ടുണ്ട്. ആ ജ്ഞാനത്തെ പ്രാപിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് അധികാരത്തോടു കൂടി മേടിച്ചെടുക്കുക. പിശാചാണ് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ ബന്ധനങ്ങളെ, ആ കെട്ടുകളെ അഴിച്ചു മാറ്റി സ്വതന്ത്രരായി മോചിച്ചുകൊണ്ട് ജ്ഞാനത്തിൽ വളർന്നു വരിക. നീതി എന്ന് പറയുന്ന നീതി നമുക്ക് ലഭിക്കാൻ, നീതിയുടെ അധികാരം നമ്മൾ വാങ്ങിക്കാൻ, നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ഒരു അധികാരമുണ്ട്. നീതീകരിക്കപ്പെട്ടവർക്ക് ഒരു അധികാരമുണ്ട്. ജ്ഞാനമുള്ളവർക്ക് ഒരു അധികാരമുണ്ട്. ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് ഒരു അധികാരമുണ്ട്. ശുദ്ധീകരണമില്ലെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഒരു ശുദ്ധീകരണം അധികാരത്തോടു കൂടി വാങ്ങിച്ചോളൂ. താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ ചെല്ലുകയും ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ദീർഘക്ഷമയിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുക. അതിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ നല്ലൊരു ശുദ്ധീകരണം നടക്കട്ടെ. അപ്പൊ ഇത് മൂന്നും വരുമ്പോൾ അതൊരു വീണ്ടെടുപ്പിന്റെ അധികാരമായിട്ട് മാറി. അപ്പൊ അധികാരം ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് ധാരാളം അധികാരമാണ് തന്നേക്കുന്നത്. നമുക്ക് ജ്ഞാനം പ്രാപിക്കാനുള്ള അധികാരം ദൈവം തന്നു, നീതി പ്രാപിക്കാനുള്ള അധികാരം തന്നു, ശുദ്ധീകരണം പ്രാപിക്കാനുള്ള അധികാരം തന്നു, വീണ്ടെടുപ്പിനായിട്ടുള്ള അധികാരവും ദൈവം തന്നു കഴിഞ്ഞു. ഇനി നമ്മളത് പ്രാപിച്ചാൽ മാത്രം മതി. അധികാരം നമുക്കുണ്ട്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 19-20 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു തന്നേക്കുന്ന ഒരു അധികാരമുണ്ട്. 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു അടുത്തു ചെന്നു. ആരടുക്കലാണ്? ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ തന്റെ ശിഷ്യന്മാരെല്ലാവരും, സ്ത്രീയെന്നോ പുരുഷഭേദമന്യേ അവിടെ എല്ലാ വ്യക്തികളും, ക്രിസ്തുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്ന എല്ലാ വ്യക്തികളും ആ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു. ചരിത്രം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് യേശുക്രിസ്തു പറയുകയാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിതാവാം ദൈവം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് സകല അധികാരവും കൊടുത്തു. അത് ഭൂമിയിലത്തെയും സ്വർഗത്തിലെയും അധികാരം മുഴുവൻ യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, 20-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സകല അധികാരവും കർത്താവിന് നൽകിയത് കൊണ്ട് തന്നെ കർത്താവ് ആ അധികാരത്തിൽ തന്നെ നമ്മളെ അയക്കുകയാണ്. അവിടെ യേശുക്രിസ്തു പറഞ്ഞതിനകത്ത് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു അധികാരം നൽകിയിരിക്കുകയാണ്. സ്വർഗം യേശുക്രിസ്തുവിന് അധികാരം കൊടുത്തപ്പോൾ ആ അധികാരത്തെ തന്റെ ശിഷ്യന്മാർക്കും യേശു കൊടുത്തിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-15 ഇപ്രകാരം പറയുന്നു. ആ മുമ്പേ കേട്ടതിന്റെ വേറൊരു ഭാഗമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പൊ കർത്താവിന് കിട്ടിയ അധികാരത്തെ കർത്താവ് ഒരു വ്യക്തിക്കോ 10 വ്യക്തികൾക്കോ പുരുഷന്മാർക്ക് മാത്രമായിട്ടോ സ്ത്രീകൾക്ക് മാത്രമായിട്ടോ കൊടുത്തിരിക്കുന്നതല്ല, സകലർക്കും വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോ അന്നത്തെ ശിഷ്യന്മാരോട് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ കണ്ട് കർത്താവ് അത് കൊടുത്തു. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ.
അപ്പൊ സുവിശേഷം പറയുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ആ അധികാരം നൽകിയിരിക്കുകയാണ്, നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, അധികാരം നമ്മളിലേക്ക് തന്നു കഴിഞ്ഞു സുവിശേഷം അറിയിക്കാനുള്ള. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന കണക്കുള്ള ഏറ്റവും മഹോന്നതമായിട്ടുള്ള ഒരു പ്രവൃത്തി വേറെ എന്താ ഉള്ളത്? ഒരു കളക്ടറിനേക്കാളും രാജ്യം ഭരിക്കുന്ന വ്യക്തിയെക്കാളും സകല രാജ്യങ്ങളുടെയും ഉടമസ്ഥ അവകാശം ലഭിക്കുന്നതിനേക്കാളും എത്രയോ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാനുള്ള ഒരു അധികാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ നമ്മൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ യേശു കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അത് ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തേക്കുന്ന ഒരു കാര്യമല്ല. ദൈവം വിളിച്ചിട്ടുണ്ട് ചിലരെ സുവിശേഷന്മാരായിട്ടും ചില പ്രവാചകന്മാരായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ സുവിശേഷം അറിയിക്കേണ്ടുന്നത്, സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ എല്ലാ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഏത് സ്ഥാനം ദൈവം കൊടുത്തിരുന്നാലും, അപ്പോസ്തലന്മാരായിട്ടോ പ്രവാചകന്മാരായിട്ടോ സുവിശേഷകന്മാരായിട്ടോ ഇടയന്മാരായിട്ടോ ഉപദേഷ്ടകന്മാരായിട്ടോ ആരായിട്ടാണെങ്കിലും എല്ലാവർക്കും ആത്യന്തികമായി കൊടുത്തേക്കുന്ന, യേശു കർത്താവ് കൊടുത്തേക്കുന്ന ആ ആണിക്കല്ലെന്ന് പറയുന്നത് സുവിശേഷമാണ്. സ്വർഗം തുറക്കാനുള്ള മറ്റൊരു താക്കോലാണ്. ഒരുപാട് താക്കോലുകൾ ഉണ്ട്, അതിന്റെ മറ്റൊരു താക്കോലാണ് സുവിശേഷം. നമ്മൾ സുവിശേഷം അറിയിക്കാതിരുന്ന അയ്യോ കഷ്ടം. അപ്പൊ നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ള അധികാരത്തെ ദൈവം തന്നു. അപ്പൊ അവിടെ ആ സുവിശേഷം ഏറ്റെടുത്താൽ ആൾക്കാർ സ്നാനം ഏൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും? ശിക്ഷയിൽ അകപ്പെടും. പിന്നെ വിശ്വസിക്കുന്നവരാൽ, കർത്താവിൽ വിശ്വസിക്കുന്നവരാൽ, അവിടെ പ്രത്യേകിച്ച് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരെന്നോ സുവിശേഷകരെന്നോ പ്രവാചകരെന്നോ അവരിലൂടെ മാത്രമേ അത്ഭുത പ്രവൃത്തികൾ നടക്കൂ എന്ന് പറയുന്നില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മുതിർന്നാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും, 100%. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ കടുകം മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി സമുദ്രത്തിൽ ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമുദ്രത്തിൽ ചാടും, അത് നീങ്ങിപ്പോകും. അപ്പൊ ആ കടുകം മണിയോളം എന്ന് പറഞ്ഞാൽ, കടുകെന്ന് പറയുന്നത് 100%. ഇത്തിരിയേ ഉള്ളൂ എങ്കിലും കടുകെന്ന് പറയുന്നത് പൂർണ്ണതയാണ്. അപ്പൊ വിശ്വാസത്തിൽ പൂർണ്ണതയോടുകൂടി യേശു കർത്താവിനെ അന്ന് രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടതുപോലെ ആ ഒരു വിശ്വാസം ഒന്ന് നോക്കിക്കേ. അതേപോലെ വിശ്വാസമുള്ള ഏതൊരു വ്യക്തി യേശു കർത്താവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും കർത്താവിൽ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും. ഇത് എല്ലാവർക്കും കൂടെ തന്നേക്കുന്നതാണ് പുതുഭാഷകൾ. സ്തോത്രം. കുഞ്ഞുങ്ങൾക്കും പകരം ആത്മാവ് പകർന്നു കൊടുക്കും പുതുഭാഷകൾ. പുതുഭാഷ നമുക്ക് തരാനുള്ള ദൈവം തന്നിട്ടുള്ള അധികാരമാണ്. സ്വർഗത്തിന്റെ വലിയ കാര്യങ്ങളെ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ദൈവവുമായിട്ട് സ്വർഗവുമായിട്ട് സംസാരിക്കാൻ തന്നേക്കുന്ന ഭാഷ, ആ ഭാഷയെ നമ്മൾ കർത്താവിൽ നിന്ന് വാങ്ങി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ നിന്ന് വാങ്ങി പ്രാപിക്കണം. പ്രാപിച്ചുകൊണ്ട് നമ്മൾ പുതുഭാഷകൾ സംസാരിക്കണം. അധികാരം തന്നേക്കാണ് കർത്താവ്, പുതുഭാഷകൾ സംസാരിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, സ്നാനപ്പെടുത്തുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം തന്നിക്കുന്ന അധികാരമാണ്. അത് ഇന്ന വ്യക്തികൾക്കെന്ന് മാത്രം തിരിച്ച് കർത്താവ് വെച്ചിട്ടില്ല. കർത്താവിനെ വിശ്വസിക്കുന്നവരാൽ ഈ കാര്യങ്ങൾ നടക്കും. വചനമാണ്. ഇന്ന വ്യക്തികൾ മാത്രമേ അത് ചെയ്യാവൂ, ഇന്ന വ്യക്തികൾ അത് ചെയ്യാൻ പാടില്ല, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ വിശ്വസിക്കുന്നവരാൽ ഈ കാര്യങ്ങൾ നടക്കും. ഈ തന്നേക്കുന്ന അധികാരങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ മുഖം കുനിയാതെ നിൽക്കാൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ അത് വളരെ പക്വതയോടുകൂടി, വളരെ താഴ്മയോടുകൂടി, ബഹുമാനത്തോടുകൂടി ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. നമ്മൾ മനുഷ്യരുടെ വാക്ക് കേൾക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. തന്നേക്കുന്ന താലന്തുകൾ ഇന്ന് കൂട്ടി വെച്ചിരിക്കുന്നവരോടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ കണ്ട വിരല ചൂണ്ടുമ്പോൾ കണ്ട കുറെ എൻ്റെ അടുക്കലൂടെ ചൂണ്ടുന്നുണ്ട്.
നമ്മുടെ സമൂഹം അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ കർത്താവ് തന്നേക്കുന്ന താലന്തുകളെ എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടിയിട്ട് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാമോ, അത് ഞാൻ വളരണം എന്നുള്ളതല്ല, കർത്താവ് വളരണം, കർത്താവിന്റെ രാജ്യം വരണം, സ്വർഗരാജ്യം ഭൂമിയിൽ വരണം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് ആർക്കും ചെയ്യാം, വിശ്വസിക്കുന്ന ആർക്കും ചെയ്യാം. അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 10ാം അധ്യായത്തിന്റെ 19ാം വാക്യത്തിൽ കാണുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയത്. അപ്പൊ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നശിപ്പിക്കുവാൻ, അതിനെ തടുക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അതിന്റെ അധികാരത്തെ കൊടുത്തിട്ടുണ്ട്. ഒന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. കാരണം എന്താണ്? നമ്മൾ ക്രിസ്തുവിനുള്ളിലാണ് വസിക്കുന്നത്, ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അവിടെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, ആ ഒരു അധികാരം നമുക്ക് തന്നു. സകലത്തിനുമുള്ള അധികാരം തരുമ്പോഴും കർത്താവ് പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല കാര്യം, അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ. അപ്പൊ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ നീതിയുള്ള കാര്യമല്ലേ? അപ്പൊ നമ്മുടെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ആ സന്തോഷത്തിൽ നിന്ന് വേണം, എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് കർത്താവ് അതുകൊണ്ട് തന്നെ സകല അധികാരവും തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഈ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത് കർത്താവിന്റെ രാജ്യത്തിന്റെ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, കർത്താവിന്റെ പേരിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് മനുഷ്യരിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അധികാരം നമുക്ക് തന്ന് നമ്മൾ അത് ചെയ്യുമ്പോൾ കർത്താവിന്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ടു യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം തന്നേക്കാണ് നമ്മൾ ദൈവമക്കളാകുവാൻ. നമ്മൾ എടുക്കുന്നുണ്ടോ? ആ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. യാചന. നമുക്ക് അധികാരമുണ്ട്. ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾക്ക് അധികാരമുണ്ട്. നമ്മൾ പുറത്തുള്ള മക്കളല്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. പിതാവാം ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം തന്നു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമാണ് ദൈവമക്കളാകുവാൻ അധികാരം തന്നത്. അത് നിസാര വ്യക്തികൾക്ക്, ചില വ്യക്തികളെ പേര് വിളിച്ചു മാറ്റി നിർത്തി അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ആ അധികാരം. ദൈവമക്കളാകാനുള്ള അധികാരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സാത്താൻ അധികാരമുണ്ട്. സാത്താൻ അധികാരമുണ്ടെന്നുള്ള രീതിയിൽ ഇന്നും ലോകത്തെ പിടിച്ചടക്കി വെച്ചേക്കാണ്. അവന്റെ ഒരു അധികാരത്തിന്റെ കീഴിലാണ് കർത്താവായ യേശു ക്രിസ്തു അവനെ ജയോത്സവം കൊണ്ടാടിയിട്ടും, അവന്മേൽ ജയോത്സവം കൊണ്ടാടിയിട്ടും അവൻ ഇന്നും അധികാരമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:12-13 ഇപ്രകാരം പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ളത്, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ ദുഷ്ടാത്മസേനയ്ക്കൊരു അധികാരം അവർ തന്നെ ഉണ്ടാക്കി വെച്ചിങ്ങനെ നിപ്പുണ്ട്. അപ്പൊ അവരുടെ അധികാരങ്ങളോട്, അവരുടെ വാഴ്ചകളുടെ അധികാരങ്ങളോട്, അതിനോടത്രേ നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ അവരുടെ അധികാരത്തെ തടയുവാൻ തക്ക രീതിയിലുള്ള അധികാരം അവനെ ജയിച്ചവനായിട്ടുള്ള യേശു ക്രിസ്തു നമുക്ക് തന്നു കഴിഞ്ഞു. അവനിൽ അധികാരം ഉണ്ടെങ്കിൽ അത് അവന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നമ്മളെ ദൈവമക്കളിലേക്ക് എടുക്കേണ്ടെന്ന കാര്യമില്ല. ഓരോ ദൈവമക്കളും ഇങ്ങനെ പറയാൻ തയ്യാറായാൽ, പിശാചേ നിന്റെ അധികാരം ഇവിടേക്ക് വേണ്ട, ഞങ്ങൾ യേശു ക്രിസ്തു തന്ന അധികാരത്തിന് കീഴിലുള്ളവരാണ്, ദൈവമക്കളാവാൻ യേശു ക്രിസ്തു ഞങ്ങൾക്ക് അധികാരം തന്നു. ആ ദൈവമക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെ പിശാചേ നിന്റെ അധികാരം എന്റെ മേലെടുക്കാൻ പാടില്ല.
പറഞ്ഞു നോക്കിയേ, വ്യക്തികളിൽ പറഞ്ഞു നോക്കിയേ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിലുള്ള വ്യക്തികളിൽ പറഞ്ഞു നോക്കിയേ, നമ്മുടെ കുടുംബത്തിനകത്ത് പറഞ്ഞു നോക്കിയേ, അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. കാരണം അവന്റെ ആ ഉപായം ഉണ്ടല്ലേ, ഉപായം നമ്മളുടെ ഫലിക്കത്തില്ലെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളെ വിട്ട് പൊക്കോളും. ഇത് നമ്മൾ വീണു കൊടുക്കുന്നോണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളെ വീഴ്ത്താൻ നോക്കുന്നത്. നമ്മൾ അവനെ നമ്മുടെ അധികാരം ഉപയോഗിച്ച് അവനെ മാറ്റി നിർത്ത് പോകട്ടെ. നമ്മുടെ ചിന്തകളില്, നമ്മുടെ പ്രവൃത്തികളില്, നമ്മുടെ സംസാരത്തിലൊക്കെ വരുന്ന കാര്യങ്ങൾ അവനെ തച്ചുടച്ചു മാറ്റ്. ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നത്, നാവിന് അധികാരം നൽകിയിരിക്കുന്നത് ദൈവവചനത്തിന്റെ പോഷണത്തിനാണ്, അനേകരെ ചേർത്ത് പിടിക്കാനാണ്. അതിന്റെ 13-ാം വചനം ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനു ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. അപ്പൊ ആ ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം അതൊരു പ്രസംഗ വിഷയമാണ്. ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടാകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം അധികാരമാക്കി എടുക്കാൻ, സർവായുധ വർഗം എടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ അധികാരത്തെ നമ്മൾ എടുത്തുകൊണ്ട് അവനെതിരെ പോരാടി നിൽക്കുക. പ്രാർത്ഥനയ്ക്ക് ഒരു പോരാട്ടമുണ്ട്, ആരാധനയ്ക്ക് ഒരു പോരാട്ടമുണ്ട്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് ഒരു പോരാട്ടമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതും നേടുന്നതിനുമായിട്ടൊരു പോരാട്ടമുണ്ട്. ദൈവസന്നിധിയിൽ ഉറപ്പോടുകൂടി ചഞ്ചലരാകാതെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു നിലപാടോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടൊരു അധികാരമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവം തമ്പുരാൻ ആ ഒരു അധികാരം തന്നേക്കുന്നതിനെ ദൈവമക്കളെ നിങ്ങൾ എടുത്ത് പ്രയോജനപ്പെടുത്തണം. നമ്മളിൽ പലർക്കും ഇത് അറിയില്ല. ദൈവം നമുക്ക് തന്നേക്കുന്ന അധികാരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമുക്കറിയില്ല. നമ്മളുടെ അധികാരമുണ്ട്, ഓരോ ദൈവമക്കളിലും അധികാരമുണ്ട്. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമാണെന്ന് ഏറ്റു പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ അപ്പോൾ തന്നെ അധികാരം തുടങ്ങുകയാണ്. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറയും, രക്ഷ പ്രാപിക്കും. കാരണം ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരാതെ കണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ പിതാവിനെ തിരിച്ചറിയുവാൻ, യേശുവിനെ തിരിച്ചറിയുവാൻ നമുക്കാകില്ല. പരിശുദ്ധാത്മാവ് നമ്മളുടെ മനസ്സൊന്ന് അലിയിപ്പിച്ച് നമ്മുടെ മനസ്സിനകത്തേക്ക് കയറിയിട്ടല്ലാതെ യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയാൻ ആർക്കും കഴിയില്ല. അപ്പൊ പിതാവ് ആദ്യം ആകർഷിക്കണം. എന്നെ ആകർഷിച്ചു. ഇന്ന് ദൈവമക്കളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവ് ആകർഷിച്ചു. അപ്പോഴാണ് പുത്രന്റെ അടുക്കലേക്ക് എത്തിയത്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആ ഒരു പുത്രന്റെ അടുക്കലേക്ക് എത്തുവാൻ സാധിക്കില്ല. അപ്പൊ നമ്മളെ ആകർഷിച്ചു. അതേപോലെ ഇനിയും അനേകരെ ആകർഷിക്കണം. പിതാവ് ആകർഷിക്കണം. പിതാവ് ആകർഷിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് അവരുടെ കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ അവിടെ അലിയിച്ചെങ്കിൽ മാത്രമേ അവിടെ യേശു കർത്താവെന്ന് അവർക്ക് പറയാൻ പറ്റൂ. സ്തോത്രം. അപ്പൊ ഈ അധികാരത്തെ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളില് നമ്മുടെ അധികാരമെടുത്ത് യേശുവിന്റെ നാമത്തിൽ അവന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളെ ആട്ടിപ്പായിച്ചുകൊണ്ട് നമ്മുടെ അധികാരമെടുത്ത് അവനെ ഫ്രീ ആക്കി അവനിലേക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. സുവിശേഷം അറിയിക്കണം. സുവിശേഷം എന്താണ്? സത്വർത്തമാനം. എന്താണ് സത്വർത്തമാനം? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. അവിടെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് അവിടെ ഇരിക്കാതെ കണ്ട് സാധാരണ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് ജനിച്ചു. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചിരുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ ദൈവം ഒരു സാധാരണ വ്യക്തിയായിട്ട് ഇവിടേക്ക് കടന്നു വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആ ക്രിസ്തു വന്ന് നമ്മുടെ സകല പാപങ്ങളും യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ച് അടിയും തുപ്പും ചവിട്ടുമേറ്റ് നമുക്ക് വേണ്ടിയിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സത്വർത്തമാനം അഥവാ സുവിശേഷം. പറയാൻ ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയേ പറ്റൂ. അവസാന കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. നമ്മൾ ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ചെറു കുഞ്ഞുങ്ങളിലൂടെ ദൈവം ആത്മാവ് അയച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി നിന്ന് പ്രവചിക്കാനും അവർ ഏറ്റവും നല്ല രീതിയിൽ സുവിശേഷം പറയുന്ന രീതിയിലേക്ക് ദൈവം മാറ്റാൻ പോകുന്ന കാലം അടുത്തു കഴിഞ്ഞു. അപ്പോഴും നമ്മളെ ഏൽപ്പിച്ച വയൽ നമ്മൾ കാത്തു സൂക്ഷിക്കാതെ കണ്ട്, നമ്മൾ തന്ന വിത്തുകൾ നമ്മൾ മുളപ്പിക്കാതെ കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ സമയം കഴിഞ്ഞു പോകും. ഇപ്പൊ നമ്മളെ തന്നേക്കുന്ന വിത്തുകളുണ്ട്. കർത്താവ് കണക്ക് ചോദിക്കുമ്പോ ആ വിത്തുകളെ മുളപ്പിച്ച് അതിൽ ധാരാളം ഫലങ്ങളെ കൊയ്തുകൊണ്ട്, ഫലങ്ങളെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. യേശുവേ സ്തോത്രം.
പറയുമ്പോൾ എൻ്റെ നെഞ്ച് തുടിക്കുന്നു. എനിക്കൊരു വല്ലാതെ വരുന്നു. കാരണം ദൈവത്തെക്കുറിച്ച് പറയണം. സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ദൈവത്തിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നത് എനിക്ക് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ കൊണ്ടൊന്നും അല്ല. 2014 ദൈവം എനിക്ക് തന്ന ദർശനമാണ്. 2014 എനിക്കറിയില്ല യൂട്യൂബിലൂടെ എങ്ങനെയാ വീഡിയോയ്ക്ക് മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ഭയമാണ്, സംസാരിക്കാൻ ഭയമാണ്, ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ വിട്ടെല്ലാം പഠിപ്പിച്ചെടുത്തു. അപ്പൊ ഇത് ദൈവം തന്നൊരു ആലോചന ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്യുന്നു. ഞാനെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോ എനിക്ക് മടിയാണ് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ. പക്ഷെ യൂട്യൂബിലേക്ക് അത് ഇടുക എന്ന് പറയുന്നത് പലരും ചെയ്യുന്നുണ്ട്. അവർ റീച്ചിന് വേണ്ടിയിട്ട് യൂട്യൂബില് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരാളൊക്കെ സംസാരിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു പറയും. അതൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട് റീച്ചിന് വേണ്ടിയിട്ട്. എനിക്കൊരു റീച്ചും വേണ്ട. ദൈവം എന്നോട് അത് ചെയ്തിടാൻ പറയുന്നു, ഞാൻ ഇടുന്നു. സ്തോത്രം. ദൈവം അത് എത്തിക്കേണ്ടുന്ന കൈകളിൽ എത്തിക്കുമെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എത്തിക്കേണ്ടെന്നെടുത്ത് ദൈവം അത് എത്തിച്ചിരിക്കും. ഇന്ന് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ദൈവം ഇത് തന്നേക്കുന്നതാണ്. ഉറപ്പായിട്ട് 100% ഉറപ്പായിട്ട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളെ കണ്ടു കഴിഞ്ഞു. മകനെ, മകളെ, നീ ഇരിക്കുന്ന വിഷമങ്ങള്, നീ ആയിരിക്കുന്ന മേഖലകള്, ഇതൊക്കെയും ദൈവം അറിയുന്നു. നിന്റെ ആ വിഷമത്തിൽ നിന്ന്, നീ ചിന്തിക്കുന്ന ആത്മഹത്യയിൽ നിന്ന് നീ ഒന്ന് പിന്മാറി ആ യേശുവിനെ നീ ഒന്ന് വിളിക്കാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടിയിട്ട് മരിച്ച, നിന്റെ സകല ദുഃഖങ്ങളും കൂടെ വഹിക്കാൻ തയ്യാറായിട്ടുള്ള യേശുവിനെ നീ ഇന്നൊന്ന് സ്വീകരിച്ചാൽ ദൈവം നിനക്കൊപ്പം ഉണ്ടാകും. നിന്റെ ഈ വിഷമങ്ങളൊക്കെ മാറും, നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ഇന്ന് ദൈവം അനുവദിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വീഡിയോ എത്തിയത്. സ്തോത്രം. സർവായുധ വർഗം ധരിക്കണം. ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. അതിന് സർവായുധ വർഗം എടുക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം അധികാരം തന്നു. ഈ സർവായുധ വർഗം എന്താ? നമ്മള് ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന്റെ പടയാളികൾ എങ്ങനെയാണ്? സകല ആയുധങ്ങളും ധരിക്കും, അല്ലെ? അപ്പൊ ആ ആയുധങ്ങൾ എന്തൊക്കെയാണ്? ആ സർവായുധ വർഗ ആയുധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോ ഞാൻ തരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു സർവായുധ വർഗം നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മള് അവന്റെ അധികാരത്തിനെതിരെ നമ്മൾക്ക് നിൽക്കുവാനുള്ള അധികാരം കർത്താവ് തന്നു. ആ അധികാരത്തെ എടുത്ത് പ്രയോജനപ്പെടുത്തുക. നമ്മള് ടിഫിൻ ബോക്സ് നിറയെ ഫുഡും വെച്ചിട്ട് എനിക്ക് വിശക്കുന്നേന്നും പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അധികാരം നമ്മുടെ കയ്യിലുണ്ട്. ദൈവമക്കളെ, എടുത്ത് ഉപയോഗിക്കൂ. സ്തോത്രം. സാത്താനൊരു അധികാരം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സങ്കീർത്തനം 49:15 ഇങ്ങനെ പറയുന്നു, എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. അപ്പൊ പാതാളത്തിന്റെ അധികാരം നമ്മൾ കേട്ടിരിക്കുന്നതാണ്. പിശാചിന്റെ കയ്യിലാണ് ആ ഒരു പാതാളത്തിന്റെ അധികാരം. അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവന്റെ വഴിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളത് വിട്ടിട്ട് ഓടി, നമ്മൾ വഴിതെറ്റിപ്പോയവരായിട്ടുള്ള നമ്മൾ ഓടി ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നവരാണ്. അപ്പൊ പാതാളത്തിന്റെ ഒരു അധികാരമുണ്ട്. അപ്പൊ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് അവൻ വീണ്ടെടുത്ത് നമ്മളെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ അധികാരത്തിൽ ദൈവം തരുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 12:5 നമ്മൾ വചനം വായിക്കുന്നു, ആരെ ഭയപ്പെടേണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടുന്നത്? കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ നമ്മളെ കൊന്നിട്ട് നമ്മളെ പാതാളത്തിലേക്ക് തള്ളിക്കളയുവാൻ, നരകത്തിൽ തള്ളിക്കളയുവാൻ, നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുണ്ട്. ദൈവത്തിന് അധികാരമുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ ആ അധികാരത്തെ നമ്മൾ ഭയപ്പെടണം. ദൈവത്തിന് സകലത്തിനും അധികാരമുണ്ട്. നമ്മളത് നോക്കിയാൽ ദൈവത്തിന് സകലത്തിനും അധികാരമുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഒരു വാക്യം ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ നമ്മൾ ഭയപ്പെടണം. അപ്പൊ ദൈവത്തിന് ആ ഒരു അധികാരമുണ്ട്. സൃഷ്ടിക്കാനുള്ള അധികാരം ദൈവത്തിനാണുള്ളത്. സൃഷ്ടിയുടെ അധികാരം. ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിക്കുവാനായിട്ടുള്ള ദൈവം. അപ്പൊ സകല സൃഷ്ടിക്കും ഉടയവനായിട്ടുള്ള ദൈവം. അതുപോലെ തന്നെ ജീവൻ നൽകുവാനുള്ള അധികാരം, ജീവനെ നൽകുവാനുള്ള അധികാരം ദൈവത്തിനാണുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 17:25 ജീവന് ശ്വാസവും മനുഷ്യന്റെ ആയുസ്സും ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പോസ്തലപ്രവൃത്തി 17:25 പറയുന്നു. അതുപോലെ തന്നെ ഭരണാധികാരം നൽകുവാനുള്ള അധികാരം ദൈവത്തിനാണുള്ളത്. ദാനിയേൽ 2:21 ഏത് സാഹചര്യവും ദൈവത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തല്ല. ഓരോരോ സാഹചര്യങ്ങളും ദൈവം ആക്കി വെക്കുന്ന ഓരോ വ്യക്തികളാണ്. അതുപോലെ തന്നെ വിധിക്കാനുള്ള അധികാരം.
വിധിക്കുന്ന അധികാരം, മനുഷ്യരെ വിധിക്കാനുള്ള അധികാരം ദൈവത്തിനാണുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 17:31 പറയുന്നു, സകലരെയും അവസാന നാളിൽ. അപ്പോസ്തലപ്രവൃത്തി 17:31 പറയുന്നു, അവസാന നാളിൽ മനുഷ്യരെല്ലാവരെയും വിധിക്കാനുള്ള അധികാരം ദൈവത്തിന്റെ കയ്യിലുണ്ട്. യേശുക്രിസ്തുവിനെ 31 വാക്യം ഇങ്ങനെയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകി. അപ്പം ന്യായം വിധിക്കാനുള്ള അധികാരം ദൈവത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം അധികാരങ്ങൾ ദൈവത്തിന് ഉണ്ട്. അതുപോലെ തന്നെ രക്ഷയുടെ അധികാരം. യോഹന്നാൻ 3:16 പറയുന്ന പോലെ മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷയിലേക്ക് നയിക്കാനുള്ള അധികാരം ദൈവത്തിനാണുള്ളത്. അപ്പം ആ ഒരു അധികാരമാണ് നമ്മളിലേക്കും പകർന്നു തന്നിരിക്കുന്നത്. ആ ഒരു അധികാരം, മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള അധികാരം, നമ്മളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ ദൈവം ആ വ്യക്തിയുടെ ഉള്ളത്തെ തുറക്കും. അപ്പൊ ഇതിനിപ്പോ കേൾക്കുമ്പോൾ വിചാരിക്കും, ഞങ്ങൾ പലരൊക്കെയും പല പ്രാവശ്യമായി പറയുന്നു, പലർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഇതേവരെ അവർ വന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ടാകും. നമ്മൾ ക്ഷമയോടുകൂടി, ദീർഘക്ഷമയോടുകൂടി അവർക്ക് പ്രാർത്ഥിക്കൂ. അവരുടെ സമയം, നമ്മുടെ പ്രാർത്ഥന വൃഥാവാവില്ല, ഒരിക്കലും ആവില്ല. ദൈവം അവിടെ യഥാസ്ഥാനത്ത് എഴുന്നേൽപ്പിക്കേണ്ടുന്ന സമയത്ത് ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചുകൊള്ളും. അപ്പോ രക്ഷ, വ്യക്തികളിലേക്ക് രക്ഷ കൊടുക്കാൻ, അതുപോലെ തന്നെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്യാനുള്ള അധികാരം ദൈവത്തിനാണ്. ദൈവം ആർക്ക് വേണമെങ്കിലും അനുഗ്രഹം നൽകും. അതേപോലെ തന്നെ പാപത്തിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശാപം കൊടുക്കാനും, ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ശാപം കൊടുക്കാനും ദൈവത്തിന് സാധിക്കും. രോഗശാന്തിയുടെ അധികാരം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. രോഗശാന്തി ആയിക്കോട്ടെ, ഭൂതങ്ങളെ പുറത്താക്കായി, സകലത്തിന്മേലും അധികാരം, സമുദ്രത്തിന്മേൽ അധികാരം, സൂര്യനുമേലും പ്രപഞ്ച ശക്തികളിന്മേൽ അധികാരം, ദുഷ്ടശക്തികളെ അടക്കി വെക്കാനുള്ള അധികാരം, വാഗ്ദാനം പാലിക്കുന്ന അധികാരം, വാഗ്ദാനങ്ങളെ, ദൈവം നമുക്ക് തന്നേക്കുന്ന വാഗ്ദാനങ്ങളെ, ഉടമ്പടികളെ, നിയമത്തെ പാലിക്കുന്ന അധികാരം, സ്വർഗവും നരകവും നിയന്ത്രിക്കാനുള്ള അധികാരം എന്ന് തുടങ്ങി സകലത്തിന്മീതും ദൈവത്തിന് അധികാരമുണ്ട്. ഈ ഒരു അധികാരത്തെയാണ് യേശുക്രിസ്തു, പിതാവാം ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മിലേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ പുത്രനായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി നമ്മൾ പിതാവാം ദൈവത്തോടുള്ള ഭയഭക്തി, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ നിന്നുകൊണ്ട് നമ്മൾ കർത്താവ് ഏൽപ്പിച്ച വേല നമ്മൾ തികച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ ഈ അധികാരം നമുക്ക് തന്നേക്കുന്ന എന്താണ്? അധികാരം വാങ്ങിച്ച് പെട്ടിയിലിട്ട് കീശയിലാക്കി വെച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്ന് പൂട്ടിവെക്കാനല്ല. നമുക്ക് അധികാരം തന്നിട്ടുണ്ട് സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ, സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ, സകല സൃഷ്ടികളെയും ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ, സകല സൃഷ്ടികളെയും ദൈവത്തിലേക്ക് നയിക്കാൻ, സകല സൃഷ്ടികളോട് ഉപദേശിപ്പാൻ. അപ്പോ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളെ, ഫലമേൽപ്പിച്ച കാര്യങ്ങളെ നമ്മൾ കൃത്യതയോടും വ്യക്തതയോടും ശക്തമായ രീതിയിൽ നമ്മളതിനെ ഏറ്റെടുത്ത് നിന്ന് ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നല്ല ദാസനെ, എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് വിളിക്കുന്ന ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇത് താമസിച്ച് പോകരുത്. അധികാരങ്ങളെ നിങ്ങളെടുത്ത് ഉപയോഗിക്കുക. അധികാരം എന്നുള്ളത് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നതാണ്. അത് മനുഷ്യന്റെ വായാൽ കൊഴിഞ്ഞു പോകുന്നതൊന്നല്ല. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരിക. നിങ്ങളെ തെറ്റിച്ച് കളയാൻ ഇടയാകരുത്, ഉപായത്തിലായി പോവാൻ ഇടയാകരുത്. വചനം പറയുന്നത് എന്ത് രീതിക്കാണ്, ഏത് രീതിക്കാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അധികാരത്തോടുകൂടി ഇറങ്ങുക. ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിച്ച്, സ്നേഹിക്കാൻ സകലരെയും സ്നേഹിച്ച്, വളരെ പക്വതയോടുകൂടി നാം ആ പ്രവൃത്തികൾ ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കൂ. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.